എല്ലാ കൊല്ലത്തെയും നമ്മുടെ ന്യൂ ഇയേഴ്സ് റെസൊല്യൂഷൻ ലിസ്റ്റിൽ നിർബന്ധമായിട്ടും കാണുന്ന ഒരു റെസൊല്യൂഷനാണ് ഈ വർഷം ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കും. പക്ഷെ മിക്ക സമയത്തും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇതുവരെ അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 5 ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ആണ്. ഈ 5 ഇമ്പോർട്ടൻറ്റ് ടിപ്സ് നിങ്ങൾ എല്ലാ ദിവസവും ഈ ഒരു വർഷം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ 2026 ആകുമ്പോഴത്തേക്ക്, അതായത് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വളരെ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അതിന് വേണ്ടി മുഴുവനും കണ്ടു നോക്കുക. 5 ടിപ്പാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് ഞാൻ ലാസ്റ്റിലേ പറയുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനും കാണണം. അതിനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കണം. ആൻഡ് ദാറ്റ് ബ്രിങ്സ് മീ ടു ദ ഫസ്റ്റ് ടിപ്പ്. നല്ല ക്ഷമ വേണം. ക്ഷമയില്ലാതെ ഈ പരിപാടിക്ക് നിങ്ങൾക്ക് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു തോന്നലുണ്ട്, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം, ഒരാഴ്ച കൊണ്ട് പഠിക്കാം, ഒരു മാസം കൊണ്ട് പഠിക്കാം, അങ്ങനെ ഒരു തോന്നലുണ്ട്. അങ്ങനെ നടക്കില്ല. ഇംഗ്ലീഷ് എന്നല്ല, ഏതൊരു പുതിയ കാര്യം നമ്മൾ ചെയ്യാൻ പഠിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ഏതൊരു പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോഴായാലും അതൊരു ലോങ് പ്രോസസ്സാണ്. നമുക്ക് ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ 1-2 ദിവസം കറക്റ്റായിട്ട് ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇനിയിപ്പം വേണമെങ്കിൽ അടുത്ത ആഴ്ച നോക്കാം, ഇനി 2 ദിവസം തിരക്കായിരിക്കും, അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് റിസൾട്ട് ഉണ്ടാവില്ല. കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം, ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകരുത്. അപ്പോൾ ചിലരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അവർ പ്രതീക്ഷിക്കുന്ന വലിയ വലിയ റിസൾട്ടുകളാണ്. ഒരാഴ്ച ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് ശശി തരൂരിനെ പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിട്ടിട്ട് പോകരുത്. അങ്ങനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റില്ല, ഇതെന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ വിചാരിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. കറക്റ്റായിട്ട് ക്ഷമയോടുകൂടി ഈ 5 ടിപ്സും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു വർഷത്തേക്ക് ചെയ്യുക. അതായത് ഇന്ന് മുതൽ അടുത്ത വർഷം വരെ ഈ ഒരു കറക്റ്റായിട്ട് ഈ ടിപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് യുവർ ലെവൽ ഓഫ് ലാംഗ്വേജ്. അതായത് നമ്മളെല്ലാവരും വരുത്തുന്ന ഒരു കോമൺ മിസ്റ്റേക്ക്, ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുമ്പോൾ വരുത്തുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ഡിക്ഷണറിയൊക്കെ തുറന്നു വെച്ച് കുറേ വാക്കുകൾ അങ്ങനെ പഠിക്കും. അത് നമുക്ക് വേണോ വേണ്ടയോ എന്നൊന്നും നമ്മൾ അറിയില്ല. നമ്മൾ കുറേ വാക്കുകൾ അങ്ങ് പഠിക്കും. പിന്നെ ഈ വാക്കുകൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നമ്മൾ ഇടയിൽ വെച്ച് നിർത്തിപ്പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യല്ല. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾക്ക് എത്രമാത്രം ഇംഗ്ലീഷ് അറിയാം എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അതനുസരിച്ച് വേണം നമ്മൾ പഠിക്കാൻ. അല്ലാതെ നമ്മൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ട് എന്നാൽ കുറച്ച് വാക്കുകൾ പഠിക്കാം, കുറച്ച് ഗ്രാമർ പഠിക്കാം, കുറച്ച് ടെൻസ് പഠിക്കാം, അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾക്ക് എത്രമാത്രം ഇംഗ്ലീഷ് അറിയാമെന്ന് മനസ്സിലാക്കി എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അപ്പം എൻ്റെ സെക്കൻഡ് ടിപ്പാണ് അണ്ടർസ്റ്റാൻഡ് യുവർ ലെവൽ ഓഫ് ലാംഗ്വേജ്. നിങ്ങൾക്ക് എത്രമാത്രം ഇംഗ്ലീഷ് അറിയാമെന്ന് മനസ്സിലാക്കുക, അതനുസരിച്ച് പഠിക്കാം. ദാറ്റ് ബ്രിങ്സ് മീ ടു ദ നെക്സ്റ്റ് ടിപ്പ്. നമ്മൾ ഇംഗ്ലീഷിലെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കാതെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു തോന്നൽ വരുന്നത്, ഞാൻ കുറേ പഠിച്ചല്ലോ, ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തല്ലോ, ഇത്രയും കഷ്ടപ്പെട്ടു, ഇത്രയും വീഡിയോസൊക്കെ കണ്ടു, എന്നിട്ടും എനിക്ക് എന്താ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റാത്തത്. ആ ഒരു ഫീലിംഗ് വരുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ എന്തൊക്കെയോ പഠിച്ചു, പക്ഷെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചില്ല. അപ്പം ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷിലെ നിലവാരം അനുസരിച്ച് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞുതരാം. പല കാറ്റഗറി സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും ഒരുപോലെ അല്ല, എല്ലാവരും ഒരേ പ്രശ്നമല്ല ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ കാര്യം എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവില്ല. ഇപ്പം ഒരു കാറ്റഗറി സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ തീരെ ഇംഗ്ലീഷ് അറിയില്ലായിരിക്കും. അതായത് തീരെ ഇംഗ്ലീഷ് വായിക്കാൻ കൂടി അറിയില്ല, ചില വാക്കുകൾ മാത്രം അറിയാം, അത് തന്നെ പ്രോപ്പറായിട്ട് അർത്ഥം അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത് വാക്കുകൾ തൊട്ട് പഠിച്ചു തുടങ്ങണം. ഇംഗ്ലീഷിലെ ബേസിക് ആയിട്ടുള്ള വാക്കുകൾ തൊട്ട് പഠിച്ചു തുടങ്ങണം. അതായത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളുണ്ട്, അതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താണെന്ന് തൊട്ട് പഠിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സെൻറ്റൻസസ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ ആദ്യം തന്നെ വലിയ ഗ്രാമർ പാർട്ടുകളൊക്കെ നിങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമായിട്ട് തോന്നും ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചെറിയ ചെറിയ വാക്കുകളിൽ തുടങ്ങുക, ചെറിയ ചെറിയ ബുക്സൊക്കെ വായിക്കുക, വലിയ വലിയ ബുക്കുകളൊന്നും വായിക്കാതെ ചെറിയ ചെറിയ ബുക്സ് വായിക്കുക, ചെറിയ ചെറിയ വാക്കുകൾ പഠിക്കുക, ചെറിയ സെൻറ്റൻസസ് പഠിക്കുക. അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള
രീതിയിലുള്ള സെൻറ്റൻസസ്, നിങ്ങൾക്ക് നിത്യം ഉപയോഗിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് സെൻറ്റൻസസ് മാത്രം പഠിക്കുക. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ, അതൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്നുള്ളത് പഠിക്കുക. അപ്പോൾ തീരെ ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ വാക്കുകളൊക്കെ അറിയാം, കുറച്ചൊക്കെ അർത്ഥമൊക്കെ മനസ്സിലാവും, അതുപോലെ തന്നെ വായിക്കാനും നന്നായിട്ട് അറിയാം, പക്ഷെ സ്വന്തമായിട്ടൊരു സെൻറ്റൻസ് പോലും ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ അങ്ങനത്തെ കേസസിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം സെൻറ്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇംഗ്ലീഷിലെന്ന് പഠിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് കാണുക, അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് കാണുക, അതിൻ്റെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ, അതായത് ഒത്തിരി ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഗ്രാമർ കാണാതെ പഠിക്കണം, ഡെഫിനിഷൻസ് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഗ്രാമർ ഉണ്ട്, അത് മാത്രം പഠിക്കുക. അപ്പം അതിനുവേണ്ടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിത്യം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ പുതിയ വാക്കുകളും കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവും നിങ്ങളുടെ ലാംഗ്വേജിൽ. അടുത്ത കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് ഇംഗ്ലീഷിൽ നല്ല പോലെ മനസ്സിലാവും. ഇംഗ്ലീഷിൽ പറയുന്ന കാര്യങ്ങളായാലും വായിക്കുന്ന കാര്യങ്ങളായാലും കേൾക്കുന്ന കാര്യങ്ങളായാലും നല്ല പോലെ മനസ്സിലാവും. പറയേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അറിയാം, പക്ഷേ ഗ്രാമറിൽ നല്ല ഡൗട്ട്സും കൺഫ്യൂഷനും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റുഡൻസ് അവരുടെ ഗ്രാമറിലുള്ള ഡൗട്ട്സും കൺഫ്യൂഷനുമാണ് മാറ്റേണ്ടത്. കാരണം ഈ ഡൗട്ട്സും കൺഫ്യൂഷനും കാരണമാണ് ഞാൻ സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകുമോ, എനിക്ക് മിസ്റ്റേക്ക് വരുമോ എന്നുള്ള പേടി കാരണം ഇവർ സംസാരിക്കാതിരിക്കുന്നത്. അപ്പം നല്ലപോലെ ഈ ഗ്രാമറിൽ വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേടിയും കൺഫ്യൂഷനും മാറിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതിലാണ്. അപ്പോൾ ഇതൊരു പ്രോസസ്സാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം തീരെ ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ ആദ്യം ബേസിക് ആയിട്ടുള്ള വാക്കുകൾ, ഡെയിലി യൂസ് ചെയ്യുന്ന ടൈപ്പ് സെൻറ്റൻസസ്, വാക്കുകൾ ഇതൊക്കെ കവർ ചെയ്ത് അത്യാവശ്യം ഇംഗ്ലീഷിൽ സെൻറ്റൻസസ് ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലോട്ട് എത്തുമ്പോഴാണ് ഈ ഗ്രാമറും കാര്യങ്ങളും ഒക്കെ നോക്കി അത് ഇംപ്രൂവ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾ ഗ്രാമറിലോട്ട് ഫോക്കസ് ചെയ്യരുത്. ആദ്യം ആവശ്യമുള്ള വാക്കുകളൊക്കെ പഠിക്കുക, എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കും, ബേസിക് ആയിട്ടുള്ള ഗ്രാമറൊക്കെ പഠിക്കുക, പിന്നെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഗ്രാമറൊക്കെ പഠിക്കുക, പിന്നെ പുതിയ പുതിയ വാക്കുകൾ പഠിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് പതുക്കെ വ്യത്യാസം കാണാൻ കഴിയുള്ളൂ. പക്ഷേ ഈ വ്യത്യാസം എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിരിക്കും. നമ്മൾ ആദ്യമേ കയറി വലിയ വലിയ വാക്കുകൾ പഠിക്കുക അല്ലെങ്കിൽ വലിയ വലിയ സെൻറ്റൻസസ് ഒക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് ഫെയിലിയർ ആയിരിക്കും. അതായത് നമുക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ, വാക്കുകളൊന്നും ഓർത്തു വയ്ക്കാൻ പറ്റില്ല, ആകെ കൺഫ്യൂഷനും ഫ്രസ്ട്രേഷനും വന്നിട്ട് നമ്മൾ ആദ്യമേ അങ്ങ് നിർത്തിപ്പോവും. ഞാൻ പറയുന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ റിസൾട്ട് വരുള്ളൂ, പക്ഷെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് വരും. ഇനി ഈ ഓരോ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ടൈപ്പ് വീഡിയോസ് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക്, ഏതൊക്കെ വീഡിയോസാണ് നിങ്ങൾ കാണേണ്ടത്, ഏതൊക്കെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള വീഡിയോസ്, ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോസ് കാണാം. അപ്പോൾ തീരെ ഇംഗ്ലീഷ് അറിയാത്തവർക്ക് പ്രീ ബേസിക് എന്നും, കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ബേസിക് എന്നും, അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് ഗ്രാമറിൻ്റെ ഡിഫിക്കൽട്ടീസ് മാത്രമുള്ളവർക്ക് ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ പോയി നിങ്ങൾ വീഡിയോസ്, പ്രീ ബേസിക്കിലുള്ളവർ ആ ടൈപ്പ് വീഡിയോസ് കാണുക, ബേസിക്കിലുള്ളത് അവരുടെ വീഡിയോസ് കാണുക, ഇൻ്റർമീഡിയറ്റിലുള്ളവർ അവരുടെ വീഡിയോസ് കാണുക. അങ്ങനെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റി നല്ല ബെറ്റർ ആകാൻ സാധിക്കും ലാംഗ്വേജിൽ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് നോക്കാം. ബുക്സ് മാത്രമല്ല, നമ്മൾ വീഡിയോസ് അല്ലെങ്കിൽ മൂവീസ് കാണുമ്പോഴും ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഇംഗ്ലീഷ് മൂവീസ് കാണരുത്. അതായത് കേട്ടാൽ തീരെ മനസ്സിലാവാത്ത രീതിയിലുള്ള മൂവി ആണെങ്കിൽ അവിടെ നിർത്തിക്കോണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇന്ത്യൻ ഇംഗ്ലീഷ് വീഡിയോസ് ഉണ്ട്, അതായത് ഇന്ത്യൻസ് ആയിരിക്കും പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്. അങ്ങനത്തെ മോട്ടിവേഷണൽ വീഡിയോസ് ഉണ്ട്, പോഡ്കാസ്റ്റുകളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുക. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് മനസ്സിലാകും. ബെറ്ററായിട്ട് നമുക്ക് മനസ്സിലാകുമ്പോൾ തന്നെ നമുക്കൊരു എൻകറേജ്മെൻറ്റാണ്, ഓ എനിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, ആ ഒരു പ്രോത്സാഹനം കിട്ടും. അപ്പോൾ അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 2 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. പല രീതിയിൽ സ്പെൻഡ് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബുക്സ് വായിക്കാം, ഇംഗ്ലീഷ് മൂവീസ് കാണാം, സബ് ടൈറ്റിൽ ഉള്ളതും ഇല്ലാത്തതും, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് വായിക്കാം, ഇംഗ്ലീഷ് പോഡ്കാസ്റ്റുകൾ കേൾക്കാം. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ താല്പര്യം അത്. പക്ഷേ ഇംഗ്ലീഷ് പാട്ടുകൾ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം പാട്ടുകളിലെ വാക്കുകളുടെ ഉച്ചാരണം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. നമ്മൾ ശരിക്കും റിയൽ ലൈഫിൽ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സംസാരിക്കുമ്പോൾ ആ ഒരു ഉച്ചാരണം ആയിരിക്കില്ല വാക്കിൽ വരുന്നത്. അപ്പം അത് നമ്മളെ ഭയങ്കരമായിട്ടൊന്നും ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ പാട്ടുകൾ കേൾക്കാതെ ഇങ്ങനത്തെ മൂവീസ് കാണുക, അതുപോലെ തന്നെ ബുക്സ് വായിക്കുക, ന്യൂസ് പേപ്പർ വായിക്കുക, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും.
മിനിമം 2 മണിക്കൂർ എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എത്രത്തോളം സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നോ അത്രത്തോളം നല്ലത്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുവാനും അതുപോലെ തന്നെ ബുക്സ് വായിക്കാനും ഒക്കെ മിനിമം ഒരു 2 മണിക്കൂർ, അതിൽ കൂടുതൽ എത്ര നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. എത്രയും കൂടുതൽ നിങ്ങൾ സമയം ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടും ഇംഗ്ലീഷ് കേൾക്കാനും വായിക്കാനും ഒക്കെ സ്പെൻഡ് ചെയ്യുന്നോ അത്രയും കൂടുതൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾ 2 ദിവസം ചെയ്തു, 3-ാമത്തെ ദിവസം വിചാരിക്കുകയാണോ ഇന്ന് ഞായറാഴ്ചയല്ലേ ഇനിയിപ്പം നാളെ ചെയ്യാം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് റിസൾട്ട് കിട്ടില്ല. ഞായറാഴ്ച ആണെങ്കിലും തിങ്കളാഴ്ച ആണെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും ഒരു 2 മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം. എങ്കിൽ മാത്രമേ വർഷത്തിൻ്റെ അവസാനം റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പം ഞാനീ പറഞ്ഞ ടിപ്സൊക്കെ ഞങ്ങൾ ഫോളോ ചെയ്തു, ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ എല്ലാ ദിവസവും ചെയ്തോ എന്ന്. എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ 100% ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ലാസ്റ്റ് ടിപ്പാണ്, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ്. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇംഗ്ലീഷ് വായിക്കുക, എഴുതുക, പഠിക്കുക, അതൊക്കെ പറയുന്നത്, ഗ്രാമറൊക്കെ പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഉറപ്പായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമ്മളുടെ എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വെറുതെ പഠിക്കാനല്ലല്ലോ, സംസാരിക്കാൻ പഠിക്കണം അല്ലേ, അതാണ് നമ്മളുടെ എയിം. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാലേ പറ്റത്തുള്ളൂ. നമുക്ക് പല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ നമ്മളോട് സ്വന്തമായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു കണ്ണാടിയിൽ നോക്കി സംസാരിക്കാം, അതൊക്കെ വളരെ നല്ലതാണ്. നമ്മളെ കൂട്ടുകാരോടൊക്കെ സംസാരിക്കാം, അതെല്ലാം നല്ലതാണ്. മാക്സിമം നിങ്ങൾ സിറ്റുവേഷൻസ് കിട്ടുമ്പോഴെല്ലാം ഇംഗ്ലീഷിൽ പറ്റുമ്പോഴെല്ലാം സംസാരിക്കണം, വളരെ നല്ല കാര്യം. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് അതൊന്നും കൂടാതെ നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യണം. നമ്മൾ എല്ലാ ദിവസവും ഒരു 10 to 15 മിനിറ്റ്സ്, അതായത് 10 തൊട്ട് 15 മിനിറ്റ് വരെയെങ്കിലും നമ്മളെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളുടെ അടുത്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഒന്നിൽ ഫോൺ കോളിൽ കൂടെ സംസാരിക്കാം, അല്ലെങ്കിൽ വീഡിയോ കോളിലൂടെ സംസാരിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് എന്തായാലും പ്രാക്ടീസ് ചെയ്യണം. അത് എന്തുകൊണ്ടാണ് നമ്മളെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ആളോട് നമ്മൾ സംസാരിക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തന്നെ ഇംഗ്ലീഷ് അത്ര നന്നായിട്ട് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ മിസ്റ്റേക്ക് തന്നെ പറഞ്ഞ് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മളെക്കാട്ടും ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളോട് സംസാരിച്ചാൽ നമ്മൾ വരുത്തുന്ന തെറ്റെല്ലാം ചൂണ്ടിക്കാട്ടി കറക്റ്റ് ചെയ്ത് തരും അല്ലേ. അപ്പം അങ്ങനെ കറക്റ്റ് ചെയ്ത് തന്ന് കറക്റ്റായിട്ടുള്ള ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇത് ഡെയിലി ചെയ്യണം. ഡെയിലി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നിങ്ങൾ ചെയ്താൽ മതി. 10 അല്ലെങ്കിൽ 15 മിനിറ്റ്, അതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മളെക്കാട്ടും ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാവുന്ന ഒരാളുടെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അവരോട് പറയുക, ഞാൻ എന്തെങ്കിലും വരുത്തുകയാണെങ്കിൽ അത് തിരുത്തി തരണം എന്ന് അവരോട് പറയുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെല്ലാം ചെയ്തിട്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ഈ ചെയ്തതെല്ലാം വേസ്റ്റ് ആയിപ്പോവും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഫ്രണ്ട് ആകാം, ഓഫീസിലുള്ള ഒരാളാകാം, നിങ്ങളുടെ അനിയനോ ചേച്ചിയോ ചേട്ടനോ വൈഫോ ഹസ്ബൻഡോ ആരും ആകാം. ആരോടെങ്കിലും നിങ്ങളെക്കാട്ടും ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. ആരോടെങ്കിലും നിങ്ങൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ഇതിപ്പോൾ 2026 എത്തണം എന്നില്ല, ഒരു 2025 മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം നല്ല രീതിയിൽ മനസ്സിലാവും. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ 5 ടിപ്സും നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇതിൽ 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ ഡെയിലി ചെയ്യാനായിട്ട് നിങ്ങളോട് പറയുന്നുള്ളൂ. ഒന്ന്, 2 മണിക്കൂർ നിങ്ങൾ കറക്റ്റായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ സ്പെൻഡ് ചെയ്യുക. മിനിമം 2 മണിക്കൂർ. 2 മണിക്കൂറിന് ഞാൻ ആവറേജ് ആയിട്ട് പറഞ്ഞതാണ്. ചില ആളുകൾക്ക് 3 മണിക്കൂറോ 4 മണിക്കൂറോ വേണ്ടി വരും. അത് എത്രയാണെന്ന് വെച്ചാൽ സ്പെൻഡ് ചെയ്യുക. ഇംഗ്ലീഷ് എഴുതുക, എഴുതി പഠിക്കുക, അതുപോലെ തന്നെ വായിക്കുക, കേൾക്കുക, അങ്ങനെ പഠിക്കുക. അത് പോരാതെ ഒരു കുറച്ച് സമയം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് കണ്ണാടിയിൽ നോക്കി പ്രാക്ടീസ് ചെയ്യാം, അതൊക്കെ ഓക്കെയാണ്. അതുകൂടാതെ നിങ്ങൾ ഒരു 15 മിനിറ്റ് നിങ്ങളെക്കാട്ടും ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആരോടെങ്കിലും ഇംഗ്ലീഷ് സംസാരിച്ചും കൂടി പ്രാക്ടീസ് ചെയ്താൽ 2026 ആകുമ്പോഴത്തേക്കും നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കും. ഇത് ഗ്യാരൻറ്റീഡ് ആണ്, ഉറപ്പാണ്. അതിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും, ഉറപ്പാണ്. പക്ഷെ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ എല്ലാ ദിവസവും ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതനുസരിച്ചുള്ള കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇംഗ്ലീഷിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഞങ്ങളുടെ ട്രെയിനേഴ്സുമായിട്ട് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ടും ഉണ്ടാവും, നല്ല രീതിയിൽ നിങ്ങൾ ഇംപ്രൂവും ചെയ്യും. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ്. താങ്ക് യു.
English Mitra. Stop worrying, start learning.